ജിമ്മിൽ ബിഗിനേഴ്സ് കോമൺ ആയിട്ട് ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്സ് പറയാം. സ്കിപ്പ് ആക്കാണ്ട് കാണുക, കാരണം ലാസ്റ്റത്തെ രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ കാര്യം, ഹെവി ലോഡ് ഇട്ട് വർക്കൗട്ട് ചെയ്യും. മീൻസ് അവർക്ക് പറ്റാത്ത വെയിറ്റ് ഇട്ട് ചെയ്യും. എങ്ങനെ കറക്റ്റായിട്ട് പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. മിസ്സാവാതെ ഫോളോ ചെയ്ത് വെച്ചു. ഇങ്ങനെ നമ്മൾ പറ്റാത്ത വെയിറ്റ് ഇട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഫോമിനെ കളഞ്ഞാൽ നമുക്ക് ഇഞ്ചറി വരാൻ ചാൻസ് കൂടുതൽ. രണ്ടാമത്തെ കാര്യം, ബൈസൈക്കിൾ പോലത്തെ ഐസൊലേഷൻ വർക്ക്ഔട്ട് കൂടുതൽ ചെയ്യും. കോമ്പൗണ്ട് വർക്കൗട്ട് ആയ ഡെഡ് ലിഫ്റ്റ് പോലത്തെ കാര്യങ്ങൾ ഒഴിവാക്കും. പക്ഷേ ബിഗിനേഴ്സിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കൊടുക്കുന്ന ഈ കോമ്പൗണ്ട് വർക്കൗട്ടാണ്. മൂന്നാമത്തെ കാര്യം, ഇത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ബ്രീത്തിങ് പിടിച്ചു വെക്കുന്നത്. ബ്രീത്തിങ് ഹോൾഡ് ചെയ്താൽ നിങ്ങളുടെ ബോഡിയിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഓക്സിജന്റെ ലെവൽ ഇംബാലൻസ് ആവും. പിന്നെ അത് മാത്രമല്ല, ഇഞ്ചുറിക്ക് ചാൻസ് കൂടുതലാണ്. നാലാമത്തെ കാര്യം, ആളുകൾ കൂടുതലും സപ്ലിമെന്റ്സിനെ ആശ്രയിക്കും. ചിലർ വിചാരിക്കും ഇപ്പോൾ ഒരു പ്രോട്ടീനൊക്കെ എടുത്താൽ പെട്ടെന്ന് അങ്ങ് സെറ്റ് ആവും. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല. മാക്സിമം ഫുഡിൽ നിന്ന് എടുക്കുന്നതാണ് നല്ലത്. അഞ്ചാമത്തെ കാര്യം, ആളുകൾ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യും. മീൻസ് ഒരു 5-6 വർഷമായിട്ട് ട്രെയിൻ ചെയ്തവരെ വെച്ച് കമ്പയർ ചെയ്യും, അല്ലെങ്കിൽ ജനറ്റിക്കലി ബ്ലസ്ഡ് ആയിട്ടുള്ള ആരെങ്കിലും വെച്ച് കമ്പയർ ചെയ്യും. ഇത് അത്ര നല്ലതല്ല. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അതുപോലെ ആവാൻ പറ്റും. അടുത്ത ആറാമത്തത്, ഓവർ ട്രെയിനിങ് ആൻഡ് അണ്ടർ ട്രെയിനിങ്. മീൻസ് ചിലവർ ഓടി കിടന്ന് കാണുന്ന എല്ലാം വർക്കൗട്ട് ചെയ്യും. ചിലവർ ഒന്നും ചെയ്താൽ മടിച്ചിരിക്കും. എന്നെ കൊണ്ട് പറ്റത്തില്ല, ഭയങ്കര പാടാണെന്ന് പറഞ്ഞാൽ കേൾക്കും. ഇത് രണ്ടും അത്ര നല്ലതല്ല. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ബിഗിനേഴ്സ് എല്ലാ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവരോടൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് വളരെ സപ്പോർട്ട് കുറവാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ നല്ലതായിരിക്കും.